നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 15-ാം ദിവസമായ ഇന്ന് അല്പസമയം ചിന്താവിഷയം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വിമോചനം. വിമോചനത്തിൻ്റെ ഉടയവനായ ദൈവം നമുക്ക് നൽകുന്ന വിമോചനം ആത്മീയം മാത്രമല്ല, ശാരീരികവും മാനസികവുമായ വിമോചനം കൂടെയാണ്. സൂതികർമ്മനിൽ നിന്ന് ആരംഭിച്ച് മോശയുടെ സഹോദരി മിര്യാമിലൂടെ ഫറവോന്റെ പുത്രിയിലൂടെ സാധ്യമായ മഹാസംഭവമാണ് ഇസ്രായേലിൻ്റെ വിമോചനം. 430 വർഷം മിസ്രൈം അടിമത്തിലായിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് വിമോചനത്തിനായി നിലവിളിച്ചു. ദൈവം ഒരു വിമോചകനെ അവർക്കായി അയക്കുകയും മോശയിലൂടെ ഇസ്രായേൽ ജനം മോചിക്കപ്പെട്ടു. ഈ സംഭവം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. വിമോചനത്തെ നമുക്ക് 2 രീതിയിലായി ചിന്തിക്കാം. ഒന്നാമതായി, താർക്കപ്പെട്ടവരുടെ വിമോചനം. നമ്മുടെ തകർച്ചകൾ വിമോചനത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഒരു വഴി അടയുമ്പോൾ വേറെ 9 വഴികൾ ദൈവം തുറന്നു വച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഹാഗറിൻ്റെ ജീവിതം. മരുഭൂമിയിൽ വാവിട്ട് കരഞ്ഞ ഹാഗറിന്റെ ശബ്ദം ദൈവം കേൾക്കുകയും ദൈവം ദൂതനയച്ച് ഹാഗറിനെ ധൈര്യപ്പെടുത്തുകയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിമോചകനായ ദൈവം നമ്മുടെ കഷ്ടതകൾ കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ തകർച്ചയിൽ നിന്നും വിമോചിപ്പിക്കും. രണ്ടാമതായി, കൂനിയായ സ്ത്രീയെ വിമോചിപ്പിച്ച ദൈവം. ലൂക്കോസ് 13:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൂനിയായ സ്ത്രീക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയെ കാണിക്കുന്നു. രോഗം സാത്താൻ്റെ ബന്ധനമായും ദൈവകോപമായി കരുതിയിരുന്ന സമൂഹത്തിൽ ആ സ്ത്രീ അനുഭവിച്ച വേദന വളരെ വലുതാണ്. യേശു അവർക്ക് രോഗബന്ധനത്തിൽ നിന്നും വിമോചനം നൽകുന്നു. 18 വർഷമായി കൂനിയായ സ്ത്രീ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായി നാം കാണുന്നു. നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം നൽകാൻ ദൈവത്തിന് സാധിക്കുന്നു. കാരണം ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ലല്ലോ. സകലതും സാധ്യമാക്കുന്ന ദൈവം നമ്മോട് എല്ലാവരുടെയും കൂടെയുണ്ട്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ മേലുള്ള തകർച്ചകളെയും ബന്ധനങ്ങളെയും മോചിപ്പിച്ച് പുതുശക്തിയും പുതുബലവും നൽകി ദൈവം നമ്മെ വഴി നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. അതിനായി ഈ നോമ്പുകാലം പ്രാർത്ഥനയോടുകൂടെയും വചനധ്യാനത്തോടുകൂടെയും നമുക്കായിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.